ചില പക്ഷേ ഇയാളെ പിന്നെ എന്നെ ഭീഷണിപ്പെടുത്തി വധഭീഷണി, അയാൾ പറഞ്ഞ വാക്കുകൾ ഇവിടെ പറയാൻ പറ്റില്ല. പക്ഷെ ആ സമയത്ത് ഞാനൊരു ഡിപ്രസീവ് സ്റ്റേറ്റിലായിരുന്നുണ്ടായത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു ലൈഫിൽ ഒരു സ്റ്റേജസ് ഉണ്ടാവല്ലോ. അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ലോൺലി മെൻ്റലി വീക്കായി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇയാൾ എന്നെ കൊല്ലുന്നു, ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നു വെച്ചിട്ടൊന്നുമല്ല. ഇയാൾ പറഞ്ഞത് ഞാനിത് ഇപ്പം 5-6 ആൾക്കാരായിട്ട് ഇപ്പം അങ്ങോട്ട് വരുവാണ്, കോഴിക്കോടേക്ക് വരുവാണ്. ഇവിടെ വന്നിട്ട് വിളിച്ചത് ഞാൻ വന്നിട്ടൊന്നുമല്ല, അയാൾ കൊച്ചിയിൽ നിന്ന് വിളിച്ചത്. ഓക്കെ, അയാൾ വരുന്ന പറഞ്ഞത്. എന്നിട്ട് SM സ്ട്രീറ്റ് കൊണ്ടുപോയിട്ട് നിന്നെ ഇത് ചെയ്യും അത് ചെയ്യുന്നൊക്കെ അയാളൊരു ഫാൻറ്റസി പറയാം അയാൾ. അപ്പോൾ അയാളിങ്ങനെ പറഞ്ഞ് പിന്നെ ഇയാൾ വിടുന്നില്ല. ഞാൻ പറഞ്ഞാൽ പറ്റൂല, ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല. ഇയാൾ നല്ല തെറിയ പറയാം, ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ അതൊക്കെ മോശമല്ലേ, ഇങ്ങനെ പറയുന്നത് മോശമല്ലേ, തെറി പറയാൻ നമുക്ക് അറിയാത്തോണ്ടല്ലോ. പിന്നെ ഇയാൾ വളരെ പ്രായമുള്ളൊരു മനുഷ്യനല്ലേ. അപ്പോൾ ഇയാളിങ്ങനെ ഇയാളെ ഫാൻറ്റസീസ് പറയുന്നത്, ഇയാളെ പെർവേർഷൻ മൊത്തം ഇയാൾ പറയാം. അത് ഇവിടെ പറയാൻ പറ്റില്ല ഇയാൾ എന്താ പറയുന്നത്. അങ്ങനെ ഇയാൾ ഒരു കോള് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല പറഞ്ഞു. അപ്പോൾ രാത്രി ഇയാൾ വീണ്ടും വിളിച്ചു. അങ്ങനെ ഇത് ഈ പറഞ്ഞ പോലെ കേസ് ഉണ്ട്. ഈ ഭയങ്കര ഹൈപ്പില്ലാത്തത്, ലോ ഇല്ല, ആരും കാണാത്ത പടം. ചെയ്താലും ചെയ്തില്ലെങ്കിൽ കുഴപ്പം. ഒരുപക്ഷെ ഇയാളതിന് മുമ്പ് ഭീഷണിപ്പെടുത്തല്ലാതെ മറ്റു കേസ് പോലെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ സിനിമേനെ കാണില്ലായിരുന്നു. പക്ഷേ ഇയാൾ ഇതിന് ശേഷമാണ്. അപ്പോൾ ലാസ്റ്റ് എനിക്ക് എൻ്റെ മെൻ്റൽ കണ്ടീഷൻ മോശമായതുകൊണ്ട് എനിക്ക് ആ സമയത്ത് പ്രഷർ എടുക്കാനുള്ള മൈൻഡില്ല. എനിക്ക് 2 വഴിയുള്ളത്. ഒന്ന് ഡിലീറ്റ് ചെയ്യാതെ ലീഗലായിട്ട് പോവാം. എനിക്ക് തൊട്ടടുത്ത സ്റ്റേഷനിൽ പോയിട്ട് കോൾ റെക്കോർഡ് മാത്രമല്ല, ഇയാൾ ഭയങ്കര ഭീകരമായുള്ള സാധനങ്ങൾ പറയാം. കോൾ റെക്കോർഡ് ഉണ്ട്. എന്നിട്ട് എനിക്ക് പ്രസ് മീറ്റും വിളിക്കാം, മീഡിയക്കും കൊടുക്കാം. അതൊന്ന്. പക്ഷെ അതിന് പോയി ഞാൻ പുറകെ പോകണം. പിന്നെ